ഗായ്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ സിംഗപ്പൂർ സൂ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ്. ഈ സൂവിൻ്റെ അകത്ത് ചെറിയൊരു ബേർഡ് പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചധികം വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സൂ വിശേഷമൊക്കെ ഞാൻ ഈ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇവിടെ മരക്ക് ഇങ്ങനെ വളരെ ഓപ്പൺ ആക്കിയിട്ട് വളർത്തുന്നതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ അടുത്ത് വന്നാൽ കൂടി ഇതാ മറന്ന് പറന്നു പോകൂല, അത്രയും അടുത്താണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, സി ഗായ്സ്, ഇവന്മാരൊക്കെ കടിക്കുമെന്നറിയില്ല. തൊട്ടടുത്താണ് ഇവന്മാർ നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. വവ്വാലിനൊക്കെ ഞാൻ ഇത്രേ അടുത്ത് ആദ്യമായിട്ട് കണ്ടാണ്. മൂത്രമൊഴിച്ചു ഗായ്സ്, മൂത്രമൊഴിച്ചു. കണ്ടല്ലോ, അതെ. ഓ മാൻ, അതെ നമ്മുടെ അടുത്തിരുന്ന് ഒരുത്തൻ അല്ലേ ഭക്ഷണം കഴിക്കേണ്ട. മഴയത് കൊണ്ട് നീയൊക്കെ എങ്ങോട്ടെങ്കിലും പോടാ, ഞങ്ങളുടെ സ്ഥലത്തുകൊണ്ട് നീയൊക്കെ നമ്മളെ ഇവിടെ കിടന്ന് വലിയ ഷോ കാണിക്കണം എന്നൊക്കെ ആറ്റിറ്റ്യൂഡാണ്. വൻ ആറ്റിറ്റ്യൂഡാണ് കേട്ടോ ഇവന്. നോക്കി, മൈൻഡേ ഇല്ല, ഒരു മൈൻഡില്ല. താഴ്ത്തുറത്തം കിടക്കുന്നുണ്ട്. സട കൊഴിഞ്ഞ സിംഹത്തിനെ പോലെ എടുത്ത് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തിരുന്ന് കണ്ട പുള്ളി ഫോട്ടോ ഒക്കെ എടുക്കണേ. നോക്കി, ഉടുമ്പാണ്, എന്തോ അസുഖം കേട്ടോ, വയ്യാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. കണ്ടല്ല ഗൈസ്, നമ്മൾ നടക്കുന്ന വഴിക്കാണ് ഇവന്മാരുടെ പ്രഹരം. ഇവന്മാർ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ നടക്കുന്ന വഴിയിൽ നിനക്ക് എന്താ കാര്യം എന്ന്. അറ്റാക്കിങ് കൂടെ തോന്നട്ടോ കണ്ടിട്ട് ഇവനൊക്കെ. നോക്കി ഗൈസ്, ഭയങ്കര ഭംഗിയാണ് ശരിക്കും. നമ്മൾ കാട്ടിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഈ കാട്ടിനകത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇവരെ കണ്ടു കഴിഞ്ഞാൽ, കിളിനെയൊക്കെ കണ്ട എങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതിയാണ്. കണ്ടല്ലോ, കംപ്ലീറ്റ് തിരക്കാണ് ഗൈസ് ഇവിടെ. ആകെ തിരക്കാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും തിരക്ക് കുറവാന്ന്, അങ്ങനെയല്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. ഗൈസ്, ഹിയർ ഐ എം നേറ്റീവ് ടു സിംഗപ്പൂറിന് എഴുതിയ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ അല്ല, ഒരു കിടുക്കനായിട്ടാണ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. തേളാണിത്. നമ്മുടെ ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ ലെഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കത് ശരിക്കും കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഈ വുഡ് പീസിൻ്റെ അടിയിലാണ്. ഇതൊരു മിനിയേച്ചർ വേർഷനിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഇവരിങ്ങനെ ഡിസ്പ്ലേ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ചെറിയ ചെറിയ കൂട്ടിലാക്കിയിട്ട്. ഇത് ചാഗോ ഗോൾഡൻ നീ എന്ന് നേരിട്ട് ഇതാ ഒരു ഹെവി സ്പൈഡർ ആണ്. നോക്കിയേ, എൻ്റെ അമ്മോ, എന്നെ കണ്ടിട്ട് തന്നെ മേല് പൂത്ത് കയറുന്നേ നമുക്ക്. അയ്യോ, ഇങ്ങനത്തെയൊക്കെ സ്പൈഡറൊക്കെ നമ്മുടെ വീട്ടിൽ വന്നുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. നമ്മുടെ പുൽച്ചാടിയുടെ ഒക്കെ വലിയൊരു വേഷനാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ ചെറിയ സാധനമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനമാണ്. എൻ്റെ ഫിംഗർ വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടോ, നമ്മുടെ ഫിംഗറിൻ്റെ അത്ര തന്നെ വലിപ്പമുണ്ട്. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ഐറ്റം കേട്ടത്. ഉണ്ടല്ല, അതെ, രണ്ടുപേരുണ്ട്. അയ്യോ ഗൈസ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് തന്നെ എന്തോ പോലെ. അയ്യോ, പാറ്റയുടെ വേറെ വേഷനാണ്. എൻ്റെ കൈയിൻ്റെ അത്ര തന്നെ വലിപ്പമുണ്ട്. അവൻ്റെ നോക്കി, എൻ്റെ കൈ ഇത്ര ഉണ്ടെങ്കിൽ അതിനൊക്കായും വലിപ്പമുണ്ട് പാറ്റയൊക്കെ ഇട്ടാ. നോക്കി, നല്ല വലിപ്പമുള്ള പാറ്റ. ഡിസ്ഗസ്റ്റിംഗ്. ഓക്കെ, വേറൊരുത്തനൊക്കെ ഉണ്ടല്ല. മോനെ, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാ. അത് എങ്ങനെയാ പറഞ്ഞിരുന്ന? അതെ, കണ്ടല്ലോ, നല്ല വലിപ്പമുള്ള ഒരു കാര്യമാണ്. കണ്ടല്ല. ഓ മാൻ ഗൈസ്, ഇത് പ്രൈങ് മാൻഡീസ് ആണ്. ആക്ച്വലി പ്രൈങ് മാൻഡീസിൻ്റെ വേറൊരു വേർഷനാണ് കേട്ടോ. ജൈൻറ്റ് പ്രിക്കി സ്റ്റിക്കി ഇൻസെക്റ്റ് ആണ്. അതായത് നമ്മുടെ നോക്കേ, ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം. ഓ, കണ്ടാൽ നമുക്ക് അത്ര സുഖമില്ല, പക്ഷെ ഇതൊക്കെ നമുക്കിനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് വലിയ സംഭവം. കണ്ടല്ലോ ഗൈസ്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഗൈസ്. കണ്ടല്ലോ, ഒരു കോല് പോലെ ഇരിക്കും. വിങ് സ്റ്റിക്ക് ഇൻസെക്റ്റ്. കണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ല, ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഇൻസെക്ട്സ് ആണ് കേട്ടോ. അതിൻ്റെ പല വേരിയൻ്റ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, പല ടൈപ്പുകൾ. ഇവരിങ്ങനെ കൂട്ടിലിട്ട് സർവൈവ് ചെയ്യുമോ എന്നുള്ളത് തന്നെ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനകത്തെല്ലാം ഉണ്ടോ? ചെറുതുണ്ട് കേട്ടോ, ചെറുതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് വേർഷൻ. ബാക്കിൽ നിന്ന് ഒരുത്തിന് എന്തോ ഒരു ഭാഷയെ പറഞ്ഞോണ്ട് നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞ കേൾക്കുമെന്ന് അറിയില്ല. ഓ മൈ ഗോഷ്, ഇത് നോക്കിയ ഗൈസ്, ഇത്രയും ഹെവി സാധനത്തിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണണേ കേട്ടോ. ഓ, കണ്ടിട്ട് നമുക്ക് എന്തോ പോലെ തോന്നേ. ജംഗിൾ നിംസ് എന്നാണ്, നിംസ് ആണ് ആക്ച്വലി. ഇത് ജംഗിൾ നിംസ് ആണ്. കാട്ടിലൊക്കെ കാണുന്ന ഐറ്റമാണ്. എൻ്റെ മോനെ,
ഇതൊക്കെ ചെറിയ സാധനങ്ങളല്ല, വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറുതുപോലെ നിങ്ങൾക്ക് തോന്നും, അല്ല നല്ല വലിപ്പമുണ്ട്. അയ്യോ കണ്ടിട്ട് തന്നെ എന്തോ പോലെ. എൻ്റെ അകത്തൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, കണ്ടല്ല അകത്തൊക്കെ ഒരു സാധനം വിളിച്ചിരിപ്പുണ്ട്. ഇവനൊക്കെ നോക്കി അകത്തൊക്കെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീമും കൂടെ ഉണ്ട്, ആണും പെണ്ണും ആയിരിക്കും എനിക്ക് തോന്നാം കേട്ടോ. എൻ്റെ പൊന്നോ, ഇവന്മാരൊക്കെ പെറ്റി പെരികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. ലീഫ് ഇൻസെക്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ, കണ്ടല്ലോ. അത് കണ്ടോ, അതൊക്കെ നിങ്ങൾ കാണുന്ന ലീഫ് ഇൻസെക്ട്സ് ആണ്. ലിവിങ് ആണ് കേട്ടോ, ശരിക്കും ലിവിങ് ആയിട്ടാണ് ആയിട്ട് തന്നെ കണ്ടല്ലോ. ഓ ഇതൊക്കെ ശരിക്കും നമുക്ക് കാണുമ്പോഴല്ലോ നമുക്ക് തന്നെ എന്തോ മേല് പൂത്ത് കയറുന്ന ഫീലിംഗ് ആണ് കേട്ടോ, എന്തോ പോലെ നമുക്ക് തോന്നും കേട്ടോ ഗായ്സ്. നമ്മൾ ഇനി ഒരു തവളകളുടെ ലോകത്തിലോട്ട് വരാൻ പോവാണ്. അമ്പോ ഗായ്സ് നോക്കിയേ, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു തവള. അടിപൊളി അടിപൊളി, കുഞ്ഞൻ തവളയാണ്, പക്ഷെ നീല കളറാണ്, നല്ല നീല കളറാ. ഓക്കെ നോക്കിയേ, നല്ല നീല കളറാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇവര് ടോട്ടലി ഇവർ ഇട്ടേക്കുന്ന ഇങ്ങനത്തെ ഒരു ചില്ല് പോലത്തെ കൂട്ടിലാണ്, ഒരു അക്വേറിയം പോലെ സെറ്റപ്പിലാണ് ഈ തവളകളൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. എല്ലാ തവളകളും ഇങ്ങനത്തെ ഒരു കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അമ്പോ ഇടാതാടാ കുഞ്ഞൻ തവള നോക്കിയേ, നോക്കിയേ ഒരു പീക്കിരി തവളയാണ്. ഇതിൻ്റെ പേരെന്താണ്? ഡൈയിങ് പോയിസൺ ഫ്രോഗ്. എൻ്റെ മോനെ കൊല പോയിസനാണ് ഇവനെ. ആള് പീക്കിരി ആണെങ്കിലും കട്ട പോയിസണുള്ള തവളയാണ് കണ്ട. നമുക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ തവള കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളാരും. ഓക്കെ ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഡൈയിങ് പോയിസൺ ഫ്രോഗ്. ഓക്കെ, derived its name from legend that relates how indigenous tribes dyed the green feathers of parrots red by rubbing them with the skin of the frog. Guys, മഞ്ഞത്തവള, ബബിൾ ബി പോയിസൺ ഫ്രോഗ്, എല്ലാം പോയിസൺ ഫ്രോഗ് ആണ് കേട്ടോ. ഇവൻ നല്ല രീതിയിൽ കരയുന്നുണ്ട്, എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഗൈസ് കണ്ടുപിടിച്ചു. നോക്കിയടാ മോനെ, നോക്കടാ, നോക്ക്. അയ്യോ ക്യാമറ ക്ലാരിറ്റി ഇല്ല മക്കളെ, എനിക്ക് ഫോക്കസ് ചെയ്യണം, മാറിപ്പോണു ഗൈസ്. ഭയങ്കര മഴയാണ്, ഞാൻ മഴയുടെ ഇടക്കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. മഴ ചെയ്തുകൊണ്ട് നമ്മുടെ സിംഹക്കുട്ടന്മാരൊക്കെ ഇല്ലേ ഗുഹയുടെ അകത്തിൽ ഒളിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു കഷ്ടകാല സമയമായിപ്പോയി എനിക്ക്. ഇത്രയും മഴ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. സിംഗപ്പൂരൊക്കെ ഇങ്ങനെ മഴയാണ്, ഭയങ്കര മഴയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കരിഞ്ഞ വെയിലല്ലേ ഇപ്പോ. സൂ കാണാൻ വന്ന് നമുക്ക് ഇങ്ങനെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഒരു പെണ്ണുമ്പുള്ള മഴയിലും കുഴപ്പമില്ല, ഞാൻ ഇവരെ കണ്ടിട്ട് തന്നെ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. നോക്കിയേ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന അവന്മാരെ കണ്ടല്ല, ജിറാഫ്. ഇവന്മാരുടെ കാര്യം കഷ്ടമാണ് ഗൈസ്. മഴ ആയാലും വെയിലാണെങ്കിലും എല്ലാം ഇവന്മാരെ സഹിക്കണം. ഇവന്മാരെ അവിടെ പോയി ഒളിച്ചു നിൽക്കും. ഇതേ അവിടെ കുറച്ച് സീബ്ര കുട്ടന്മാരെ കാണാം കേട്ടാ. അവന്മാരുടെ ഗതി ഇത് തന്നെ. ഒരു ഷെഡ് കെട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് സീബ്ര ടീംസിനെങ്കിലും ഒന്ന് കുറച്ച് മഴയത്ത് നിന്ന് മാറി നിൽക്കായിരുന്നു. ഇത് വലിയ ചതിയായിപ്പോട്ടെ ഇവന്മാരെ കാണിച്ചത്. നോക്കി, ഒരു രക്ഷയില്ല. അവന്മാരെന്ത് ചെയ്യുന്ന ആലോചിക്കണേ കണ്ട. രണ്ടുപേരും കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയില്ലേ. നമുക്കും ചില സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ, അതേപോലെ കേട്ടാ. അതൊക്കെ രണ്ട് മ്ലാവോ ആ രണ്ട് ടീംസും കൂടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. സങ്കടം ഉണ്ട് ഇത് കാണുമ്പോൾ, ഭയങ്കര സങ്കടമുണ്ട്. എന്ത് ചെയ്യാനല്ലേ, നമുക്ക് ഈ മഴയത്ത് വന്നിട്ട് നമുക്ക് സൂ കാണേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ടൈം കിട്ടുമ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നല്ല സമയത്ത് വന്ന് കാണണം. ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടാവില്ല, കാരണം ഒരു പ്രാവശ്യം സൂ ഞാൻ പാണ്ഡെ കാണണമെന്ന് വെച്ചിട്ട് ഞാൻ സൂ കാണാൻ വേണ്ടി വന്നേ. പക്ഷെ ഇവന്മാർ പറ്റിച്ചെന്നെ ഗൈസ്, പാണ്ഡെ ഇല്ല, പാണ്ഡെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഗൈസ്. ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവൻ സിംഗിൾ ആണ് ഗൈസ്, സിംഗിൾ പസംഗ ഉണ്ടല്ലോ, ഇവൻ സിംഗിൾ ആണ് ഗൈസ്. എന്തോ വിരഹം, മഴ, വിരഹം ഒരു പാട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെഡാണ് ഗൈസ്, സെഡ് മൂടാണ് കണ്ടല്ല. ഇത്രയും ലോങ്ങിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ, നല്ല ലോങ് ആണ്. ആക്ച്വലി ബേബി ലയണൊക്കെ ഉണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മഴ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഭയങ്കര കഷ്ടമായി പോയി കണ്ടല്ലോ. ഇമാര് അറേഞ്ച് ചെയ്തിരിക്കണുണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കണേ. ഭയങ്കര ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. പക്ഷെ നമുക്കിത്
പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യം ഇല്ലാണ്ടായിപ്പോയി ഗൈസ്. ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എന്താ ലോസ് ആണ് ആക്ച്വലി. ഇത് ഈ മഴ വന്നത് ഭയങ്കര കഷ്ടമായി പോയി ഗൈസ്. കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. ഇവർക്കൊന്നും മഴ പ്രശ്നമില്ലെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. തീറ്റ മുഖ്യം ബിഗില് എന്ന് പറഞ്ഞ പോലെയാണ്. മഴ ആണെങ്കിലും എന്തൊക്കെയോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കണ്ടോ, ഇതൊരു മാനിന്റെ വേർഷനാണ്. നയാല എന്ന പേര്, നയാല. ഇവിടെ പേര് ഞാൻ വായിച്ച നയാല എന്നാ. അപ്പൊ നമുക്കെല്ലാം മാൻ തന്നെ. നമ്മൾ ഈ ടൈപ്പ് എന്ത് സാധനം കണ്ടാലും മാൻ എന്നല്ലേ പറയുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് മാന്റെ വേറൊരു വകഭേദം അത്ര മതി അല്ലേ ഗൈസ്. മഴ ആയതുകൊണ്ട് ഇങ്ങനെയും കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അവന്മാർ ഇവിടെ ഒന്ന് ചീറ്റ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പം ഇത് ഇത്ര അടുത്ത് ഇവന്മാരെ കാണാൻ പറ്റി. അല്ലെങ്കിൽ ഇവന്മാർ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ നടക്കണായിരിക്കും കേട്ടാ. ഇതിപ്പോ രണ്ട് അവന്മാർ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതാ ഒരുത്തിന് അവിടെയും കിടക്കുന്നുണ്ട്. അതെ, ഒരുത്തിന് ഇവിടെയും കിടക്കുന്നുണ്ട്. മഴവെള്ളം നിറഞ്ഞിറഞ്ഞതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. നോക്കിയേ, നമുക്ക് ഇത്രയും അടുത്ത് നമുക്ക് ചീറ്റിനെ കാണാൻ പറ്റി. അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ട് കാണാൻ പറ്റി കേട്ടാ. നോക്കിയേ, സിംഗപ്പൂരിന്റെ ക്ലൈമറ്റ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ വെള്ളം എന്തും സംഭവിക്കാം. അതുകൊണ്ട് എവിടെ പോലും കുട കരുതിക്കോളണം ഗൈസ്. നിങ്ങൾ ഈ കാണുന്ന ഹയനയാണ്. ഹയനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മുടെ നാട്ടിലെ സൂല് ഹയന ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലാന്ന് എനിക്ക് തോന്നണേ. നോക്കി, ഒരു കൂട്ടം ഹയനയുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ടാണ് അവന്മാർ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു. എല്ലാം കൂടി ചുരുണ്ടുകൂടി നല്ല ഉറക്കമാണ്. നല്ല ഉറക്കം. ഇതേ കൂട്ടത്തിൽ ചേരാത്ത ഒരുത്തൻ കണ്ടല്ല, കൂട്ടത്തിൽ ചേരാത്ത ഒരുത്തനില്ലേ മാറി കിടപ്പുണ്ട്. അവൻ മറ്റേ ആൽഫാമയിലാണ് കേട്ടോ. അവന് ഇവരൊന്നും അത്ര താല്പര്യമില്ല. വേണ്ടല്ല, എല്ലാം കൂടി ഗ്രൂപ്പായിട്ട് തമ്പടിച്ച് കിടക്കണ കേട്ടാ. നോക്കിയേ എല്ലാവരും കൂടെ തമ്പടിച്ച് കിടക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ കുറച്ച് ചെറിയ ഒരു ഗുഹ പോലെ സെറ്റപ്പ് ഉണ്ട് അവിടെ. കണ്ടല്ല, കാണാൻ പറ്റുന്നുണ്ട്. രണ്ടവന്മാർ അവിടെ കിടക്കുന്നുണ്ട്. മഴയൊക്കെ നനഞ്ഞ കിടക്കുന്നത്. ഒരു കാര്യമില്ല, പട്ടി ഷോ കാണിച്ചാണ്. ഇവിടെ വന്ന് കിടന്നിരുന്നെങ്കിൽ ഇവന്മാരുടെ കൂടെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടാ. വലിയ കാര്യത്തിനോടെ പോയി കിടക്കുന്നുണ്ട്. ശരി, ഇവന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഹൈന തന്നെയാണോ അല്ലെങ്കിൽ വൈൽഡ് ഡോഗ് ആണോ? എനിക്കെന്നെ ഡൗട്ട്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ ഗൈസ്. ഐ എം റിയലി സോറി, അത് ഹൈനയല്ല, അത് വൈൽഡ് ഡോഗ് ആണ്. ഓ മൈ ഗോഷ്, ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ തന്നെ വന്നോട്ടോ ഗൈസ്. വൈൽഡ് ഡോഗ് ഒന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റൂല. വൈൽഡ് ഡോഗ് ഞാൻ കേട്ടിട്ടുണ്ട് അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യണമെന്ന്. ഭയങ്കര രസമാണ് ഇവന്മാരുടെ വീഡിയോസ് കാണാൻ വേണ്ടി. ഞാൻ ഇവന്മാരുടെ വീഡിയോസ് ആനിമൽ പ്ലാന്റിൽ കണ്ടിട്ടുണ്ട്. ഇത് ഗ്രൂപ്പായിട്ടാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഡോഗ്സിനെ പോലെയല്ല. ഇവന്മാർ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഇവന്മാർ ജീവിക്കുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പോലെയാണ് ഇവന്മാർ ജീവിക്കുന്നത്. കണ്ടല്ലോ, നോക്കിയേ. ഗൈസ്, ഐ എം റിയലി സോറി, ഇത് ഹൈനയല്ല, ഇത് വൈൽഡ് ഡോഗ് ആണ്. ആഫ്രിക്കൻ ഡോഗ് ആണ്. ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ് ആണ്. ഇവന്മാർ നടക്കണേക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര അടിപൊളിയാണ് അവന്മാർ. എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ്, ഞാൻ കാണണമെന്ന് വിചാരിച്ച, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ആനിമലിനെ കാണാൻ നമുക്ക് ഉണ്ടാവില്ല. ഞാൻ ആക്ച്വലി പാണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് ഇവന്മാരെ കിട്ടിയൊരു ബോണസ് ആണ് കേട്ടോ. ഞാൻ ഇവന്മാരെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഭാഗ്യം കിട്ടിയ പോലെ ഉണ്ട്. എനിക്ക് വൈൽഡ് ഡോഗ്സ് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. പക്ഷെ ഇവന്മാർ നടന്നൊന്ന് കാണണമെന്ന് എനിക്കുണ്ട്. പക്ഷെ മഴയത്ത് ഇവന്മാർ നടക്കുമെന്നല്ല, അൺലക്കിയാണ്. അക്കാര്യത്തിൽ ഞാൻ അൺലക്കി ആയിപ്പോയി ഗൈസ്. മഴ ആയതുകൊണ്ടാണ് ഗൈസ്. കണ്ട, നടക്കണൊക്കെ നമുക്ക് കാണാൻ പറ്റി. പക്ഷെ മഴ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റിയാനെ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവന്മാരെ കുറിച്ചുള്ള. ഇത് കണ്ടല്ലോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ടീം വർക്ക്. കണ്ട, ആഫ്രിക്കൻ പെയിന്റഡ് ഡോഗ്സ് ആർ നോട്ട് ബിഗ് ആനിമൽസ്. ദേ വെയ് ബിറ്റ്വീൻ 24 and 30 kg, the size of some domestic dogs. അത് നമ്മുടെ നാട്ടിലെ സാധാരണ ഡോഗ്സിന്റെ വെയിറ്റ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. യെറ്റ് ദേ ക്യാൻ ബ്രിങ് ഡൗൺ റിലേറ്റീവ്ലി ലാർജ് പ്രേ. അതായത് വലിയ ആനിമൽസിനെ പോലെ ഇവർക്ക് ഹണ്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, walking as a team with speed, stamina and coordination, they chase down their prey and close in to deliver deadly crushing bites. അതായത് ഇവന്മാരുടെ ടീം വർക്ക് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യണം. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇവന്മാർ ടീമായിട്ട് അറ്റാക്ക് ചെയ്ത് ഭയങ്കര വലിയ ആനിമൽസിനെ കൂടി ഇവന്മാരെ അറ്റാക്ക് ചെയ്ത് കിട്ടും. ഈവൻ നമ്മുടെ സിംഹം ആണെങ്കിൽ കൂടി ഇവന്മാർക്ക് എന്താ പറയാ അറ്റാക്ക് എന്താ പറയണേ, ഇവന്മാർക്ക് അതൊന്നും പേടിയില്ല. ഗ്രൂപ്പായിട്ട് ഇവന്മാരെ അറ്റാക്ക് ചെയ്യണോണ്ടാണ് ഗൈസ്.
റൈനോസർ, അതായത് കാണ്ടാമൃഗം. കാണ്ടാമൃഗത്തിനെ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ഹിപ്പോപ്പൊട്ടാമസ് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ റൈനോസർ നമ്മുടെ നാട്ടിലെ സൂലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്കതിനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഭയങ്കര മഴയാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കാണാൻ പറ്റുമെങ്കിൽ അത് ഭാഗ്യമാണ് കേട്ടോ ഗൈസ്. ഭാഗ്യമുണ്ട് ഗൈസ്, ഭാഗ്യമുണ്ട്. നിങ്ങൾക്ക് റൈനോസിനെ കാണാൻ പറ്റി. നോക്കണം, മരൊക്കെ സൈസ് തന്നെ ഉണ്ടോ. എൻ്റെ അമ്മോ, നല്ല മഴയാണ്. ഈ നല്ല മഴയത്ത് നമ്മൾ പെട്ടുപോയി. ഇല്ല, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഇവന്മാരെ എടുക്കാമായിരുന്നു. ഞാൻ മഴയത്ത് തന്നെ വന്ന് ഇവന്മാരെ കാണേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നുപോയി ഗൈസ്. ഓ മാൻ, ഇറ്റ്സ് റിയലി ഗുഡ്. നമുക്ക് ഇവന്മാരൊക്കെ കാണാൻ പറ്റുന്ന വലിയ കാര്യം. ഇവന്മാരൊക്കെ നിന്ന് ഉറങ്ങണേ കേട്ടോ, മഴ പെയ്തിട്ടും ഒന്നും ഒരു കൂസലും ഇല്ല. നോക്കിയേ എന്താ അല്ലേ ടീംസ്. കുറച്ച് ഇവന്മാരല്ലേ മഴയത്ത് മാറിയില്ലേ, മരത്തിൻ്റെ അടിയിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്. പക്ഷേ അതെ ഇവന്മാരെ നോക്കിയേ, ഇവന്മാർ നമുക്ക് വേണ്ടി നിന്ന് തന്നെതാ. കണ്ടോളൂ കണ്ടോളൂ, എത്ര വെള്ളം കണ്ടോളൂ എന്ന് പറയില്ലേ, അതുപോലെ നിന്ന് തന്നേക്കണേ. കണ്ട ഗായ്സ്, ഇവന്മാരൊക്കെ അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഭാഗ്യം കേട്ടോ ഗായ്സ്. ഇതൊക്കെ നമുക്ക് ലൈഫിൽ തന്നെ എന്താ പറയാ, എപ്പോഴും കാണാൻ കിട്ടുന്നൊരു ഭാഗ്യമൊന്നുമല്ല. പിന്നെ സൂ ആണ്. ചില ആൾക്കാരും സൂവിലിട്ട് ഈ മൃഗങ്ങളെ ഇങ്ങനെ നോക്കണത് പാടല്ലെന്ന് പറയും. പക്ഷെ ഇവിടെ സിംഗപ്പൂർ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല ഗൈസ്. അത്യാവശ്യം നല്ല കിടുക്കാച്ചയായിട്ടാണ് ഇവന്മാരൊക്കെ നോക്കണത്. ഇവിടുത്തെ എല്ലാ രീതികളും അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കാട്ടിൽ പോയി ഇവന്മാരൊക്കെ കാണാന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. എന്തല്ലോ ഗൈസ്, റൈനോസ്, ഇത്രയും ടൈപ്പ് ഓഫ് റൈനോസ് ഉണ്ട്. അത് ഇവിടെ അവൈലബിൾ അല്ല, പക്ഷേ റൈനോസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ റൈനോസും അവൈലബിൾ ആണോ എന്ന് വെച്ചാൽ അല്ല, എല്ലാ റൈനോസും ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു വേരിയന്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഗൈസ്. റെഡ് റഫർ ലീമ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. നല്ല മഴ ആയതുകൊണ്ട് മരം എവിടെയെങ്കിലും കാട്ടിലൊക്കെ പൊളിച്ചിരിക്കണായിരിക്കും. ആ ഒരു ഭാഗ്യം മാത്രം നമുക്ക് ഇല്ലാണ്ടായിപ്പോയി ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്. നമ്മൾ ഈ ഒരു ടീമിനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. അധികം കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ബിയേർഡ് പിഗ്. അതെ, അവന്മാർക്ക് മഴയൊന്നും പ്രശ്നമല്ല കേട്ടോ. അതെ, താടിയുള്ള പന്നികളാണ് കേട്ടോ. നോക്കി, വെറും പന്നികളാണ്. നോക്കി, താടിയുണ്ട് അവന്മാർക്ക്. അതാണ് ഇതിനെ ബിയേർഡ് പിഗ് എന്ന് എഴുതിയേക്കണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ നാട്ടിലെ പന്നിനൊക്കെ പോലെ തന്നെ, പക്ഷെ താടിയുണ്ട് അവന്മാർക്ക്. വെള്ള കളറുള്ള താടി. ഒരു രസമുണ്ടല്ലോ കാണാൻ. അതെ, നോക്കിയേ, രസമില്ലേ? ഗായ്സ്, നമ്മുടെ കാട്ടുപന്നി എക്സാക്ട്ലി എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ട് പിടിച്ചിട്ടുണ്ടാവുമാര്, നോക്കട്ടെ. പക്ഷേ ഇതെന്നാ, ഇവന്മാർ നല്ല ഫൈറ്റേഴ്സാണെന്നാണ് പറയണേ. ഈ പന്നികളിലെ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഇവന്മാരെന്ന് പറയണേ. പാവമുണ്ട് കേട്ടോ. ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ മഴ നനഞ്ഞു പോയി. അതിരുന്ന് കഴിക്കുകയാണ് പാവങ്ങൾ. ഇത് കണ്ടോ, നോക്കിയേ, ആകെ അത് വെള്ളം നിറഞ്ഞ് കംപ്ലീറ്റ് ഫുഡ് ഒഴുകി പോകണേ. രണ്ടാമത് കൊടുക്കുകയായിരിക്കും അവന്മാർക്ക്. ഓർത്ത മഴ ആയതുകൊണ്ടല്ലേ മാറി മൂലക്ക് പോയി നിൽക്കുന്നുണ്ട്. ഇന്നെന്താ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പേരെന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. നമ്മളെല്ലാ ചെന്നപ്പോഴും ഇതുപോലെ ഇത് കണ്ടോ, ഇങ്ങനെ സ്കള്ള് വെക്കുന്നുണ്ട് കേട്ടോ അവന്മാരുടെ. ഇത് കൊമ്പുള്ള ടീമാണ് ആക്ച്വലി. എനിക്ക് മനസ്സിലായി. ഇത് കണ്ടോ, ആ കൊമ്പുള്ള ടൈപ്പ് ഓഫ് പന്നിയില്ലേ, കാട്ടുപന്നി. എക്സാക്ട്ലി കാട്ടുപന്നി തന്നെ. കാട്ടുപന്നിക്കല്ലേ ഇങ്ങനെ കൊമ്പുണ്ടാവുന്നത്. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് വായിച്ചിട്ടില്ല. ഇത് കണ്ടല്ലോ, കൊമ്പുള്ളവന്മാരെ കാണുന്നില്ല. ഈ കൊമ്പൊക്കെ അവന്മാർ മുറിച്ചു കളഞ്ഞാണെന്ന് അതും അറിയില്ല. അവന്മാർ ഇടിപിടിച്ച് നിൽക്കുമ്പോൾ പോയതാണെന്ന് അറിയില്ല കേട്ടോ. നോക്കിയേ, പാവങ്ങൾ മഴ നനഞ്ഞിരിക്കണേ. ഒരു ഷെഡ് പോലും ഇല്ല ആക്ച്വലി. ഗായ്സ്, അവന്മാരെ പേര് കിട്ടി ബബീറുസ. ബബീറുസ എന്നാണ് അവന്മാരുടെ പേര്. എനിക്ക് തോന്നുന്നു അവന്മാരെ പേര് ഇവിടെയാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ മറ്റേ സൈഡിൽ കൂടെ കയറുണ്ടാ കാണാൻ പറ്റാം. ഞാൻ കണ്ടല്ലോ, ഇതാണ് ബബീറുസ. അവന്മാർ അത്യാവശ്യം കണ്ടോ, നല്ല മഴയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടാണ്ട് നിൽക്കണതാണ്. ഞാൻ വന്നപ്പോഴേക്കും അവൻ വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമോന്ന് അറിയില്ല. വേണേ ഒന്ന് വിളിച്ചു നോക്കാം. ഇത് മഡ് സോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ഇത് മഡ് സോപ്പാണ് ഇട്ടു തന്നെ അറിയാൻ പാടില്ല. ഇതൊക്കെ വിളിച്ചാൽ വരുമോന്ന് അറിയില്ല കേട്ടോ. വിളിച്ചു നോക്കാം നമുക്ക്.
ഇവിടെ വരുന്നുണ്ട് റോമാര്, കൊള്ളാലോ. നൈസ് നൈസ്. നോക്കി ഞാൻ വിളിക്കുന്നുണ്ട് ഇങ്ങനെ വാദം പറഞ്ഞ്. ഇങ്ങനെ ക്യാമറ കണ്ട അവന്മാരും അല്ല സീനാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അവന്മാര് വന്ന് എനിക്ക് വേണ്ടി വന്ന് നിന്ന് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി. നമ്മളിനി നേരെ പോണത് എങ്ങോട്ടാ? മലയൻ ടൈഗർ. മോനെ നമ്മളിനി മലയൻ ടൈഗറെ കാണാൻ വേണ്ടി പോവാം കേട്ടോ. ഓക്കെ, വണ്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. മലയൻ ടൈഗർ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? റൈറ്റ് സൈഡ് ഇവിടെ വഴിയുണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഈ വഴിയാ പോകണം കേട്ടോ. നമുക്ക് ഇവിടെ പോയി ആദ്യം നോക്കാം മലയൻ ടൈഗർ ഇവിടെ കാണാൻ പറ്റും. നോക്കാം മലയൻ ടൈഗറിന് ഇവിടെ കാണാൻ പറ്റില്ലെങ്കിൽ ആ വഴി ഒന്ന് പോയി നോക്കാം. നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഈ മഴയത്തൊക്കെ എവിടെ കാണാനാണ് ടൈഗറിനെ? ഓക്കെ ഓക്കെ ഗൈസ്, ടൈഗർ കണ്ടാ. മഴയാണെങ്കിൽ എന്താ, ടൈഗർ നമുക്ക് വേണ്ടി നിന്ന് കിടന്നുണ്ട്. പിന്നെ നമുക്ക് നാട്ടിലാണെങ്കിലും ഈ ടൈഗറിനെ കാണാം കേട്ടോ ഗൈസ്. ടൈഗറിനെ പിന്നെ നമുക്ക് കാണുമല്ലേ നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ സൂലുണ്ട് ടൈഗർ. അതുകൊണ്ട് ടൈഗറെ കണ്ടതിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ജീവികളൊക്കെ ആണെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിരിക്കും. കണ്ടോ, മഴ ആയതുകൊണ്ട് അതുകൊണ്ട് കിടക്കണേ കേട്ടോ മഴയത്ത്. അവന് മഴയൊന്നും പ്രശ്നമില്ല. പിന്നെ ഇവന് വലിയ ഗുഹ പോലെ സെറ്റപ്പൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ സിംഹക്കുട്ടികൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അത്രയും വാല്യൂ ഇവന് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും ഇവരെ ഗുഹയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതിന് ഒറ്റയാനാണ് ഇവൻ, നമുക്ക് കൂട്ടുകൊട്ടൊന്നുമല്ല. കണ്ടല്ലോ ഗൈസ്, നമ്മുടെ വിശേഷം തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് ഐറ്റം നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, അടുത്ത വീഡിയോട്ട് വരാം കേട്ടോ.